ഹായ് ഫ്രണ്ട്സ്, കേരള യൂണിവേഴ്സിറ്റി BA BSc കാരുടെ സെം 4-ൽ പഠിക്കാനുള്ള ഇംഗ്ലീഷ് ഓർ കരിയർ എന്ന ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് 2023-ൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ 2 ഭാഗങ്ങൾ നമ്മൾ 2 വീഡിയോസ് ആയിട്ട് ഇട്ടു. ഇനി 3ഉം 4ഉം ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മൂന്നാമത്തെ ഭാഗത്ത് വരുന്നത് 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള 6 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതണം. ടോട്ടൽ 12 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാകും. അതായത് ധാരാളം ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ 12 ചോദ്യങ്ങളിൽ നിന്ന് വെറും 6 എണ്ണത്തിന് നമ്മൾ ഉത്തരം എഴുതിയാൽ മതിയാകും. ഇവിടെ 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ പണ്ട് ചെയ്തിരുന്നത് പോലെ പാരഗ്രാഫ് ആയിട്ട് എഴുതേണ്ട ചോദ്യങ്ങളൊന്നുമല്ല. 1-ാം ഭാഗത്തും 2-ാം ഭാഗത്തും നമ്മൾ കണ്ടത് മാതിരിയുള്ള ഗ്രാമറുമായും വൊക്കാബുലറിയുമായും അതുപോലെ പാരഗ്രാഫ് വന്നിട്ട് അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളും ഒക്കെ ചേർന്നിട്ട് ഓരോ മാർക്കിന്റെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളായിട്ടാണ് ഇതും വരുന്നത്. ഇനി 4-ാമത്തെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എസ്സേ ടൈപ്പ് പോലെയുള്ള ചോദ്യം, അതായത് 15 മാർക്കിന്റെ ചോദ്യം, അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും ഇതേ രീതിയിൽ തന്നെയാണ്. നമുക്ക് വലിയ എസ്സേ എഴുതേണ്ട കാര്യമൊന്നും വരുന്നില്ല. പിന്നെന്താണ്, ഇവിടെ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി എന്നിങ്ങനെ കാണും. ഗ്രൂപ്പ് എയിൽ 3 ടൈപ്പ് ചോദ്യങ്ങൾ കാണും, ഗ്രൂപ്പ് ബിയിലും 3 ടൈപ്പ് ചോദ്യങ്ങൾ കാണും. ആകെ 2 ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ ചെയ്താൽ മതി. അവിടെ നമുക്ക് മൊത്തത്തിൽ 6 ചോദ്യങ്ങൾ കാണും. ഗ്രൂപ്പ് എയിൽ 3 ചോദ്യങ്ങൾ, ഗ്രൂപ്പ് ബിയിൽ 3 ചോദ്യങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ 6 ചോദ്യങ്ങളുണ്ട്. അതായത് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സെറ്റ് ഓരോ ഗ്രൂപ്പിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. ഗ്രൂപ്പ് എയിൽ നിന്ന് ഒരു സെറ്റ് ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ ചെയ്യണം. ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഏതെങ്കിലും ഒരു സെറ്റ് നമ്മൾ തിരഞ്ഞെടുത്ത് അതിന് മുഴുവൻ ആൻസർ ചെയ്യണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിനകത്തും പാസേജ് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ 15 ചോദ്യങ്ങൾ കാണും. അല്ലെങ്കിൽ ഗ്രാമറും വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട് 15 ചോദ്യങ്ങൾ കാണും. ഗ്രൂപ്പ് എയിൽ നിന്ന് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സെറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക, അത് ആൻസർ ചെയ്യുക. ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സെറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക, അതിൽ ആൻസർ ചെയ്യുക. ഗ്രൂപ്പ് ബിയിലെ ഒരു സെറ്റ് ചോദ്യം എന്ന് പറയുന്നത് കുറേ സെന്റൻസുകൾ കൊടുത്തിട്ട് അതിനെ ABCD എന്നീ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് അതിൽ തെറ്റുള്ള ഭാഗം ഐഡന്റിഫൈ ചെയ്ത് എഴുതാനുള്ള ചോദ്യങ്ങളാകും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരിക. ഇനി നമ്മൾ ഉത്തരവെല്ലാം വളരെ നേരത്തെ എഴുതി കഴിഞ്ഞ് നമുക്ക് സമയം ബാക്കിയുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ സെറ്റ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. അഥവാ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അല്ലാതെ അത് നെഗറ്റീവായിട്ട് വരികയില്ല. ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ആക്ച്വലി നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു എക്സാമാണിത്. എക്സാം എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് തന്നെ കരുതുന്നു. എക്സാം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.